രാഷ്മിക മന്ദാനയുടെയും വിജയ് ദേവരകൊണ്ടയുടെയും പ്രണയം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻ്റർനെറ്റിലൊക്കെ ഭയങ്കര വൈറലാണ്. എങ്കിൽ നിങ്ങൾക്ക് രാഷ്മികയുടെ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് തൊട്ട് മുമ്പ് കോൾ ഓഫ് ചെയ്ത ആ സ്റ്റോറി അറിയോ ഗൈസ്? ലെറ്റ്സ് എക്സ്പ്ലോർ രാഷ്മിക മന്ദാനാസ് ഫസ്റ്റ് ലവ്. രാഷ്മിക മന്ദാനയുടെ ആദ്യ ചിത്രമായിട്ടുള്ള കിറുക്ക് പാർട്ടിയിൽ വെച്ചാണ് രാഷ്മിക മന്ദാനയ്ക്ക് ആദ്യ പ്രണയം ഉണ്ടാവുന്നത്. അത് വേറെ ആരുമല്ല, കിറുക്ക് പാർട്ടി സിനിമയുടെ നായകനായിട്ടുള്ള നമ്മുടെ രാഷിക് ഷെട്ടിയുമായിട്ടായിരുന്നു ഗൈസ്. അതേ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെയാണ് അവർ കണ്ടുമുട്ടുന്നതും പ്രണയമാവുന്നതൊക്കെ. സോ സിനിമ ഒരു ഭയങ്കര സക്സസ് ആയി. രാഷ്മിക മന്ദാനയ്ക്ക് പല ഇൻഡസ്ട്രിയിൽ നിന്ന് വൻ ഓഫറുകൾ വരാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെയാണ് അവരുടെ പ്രണയവും പൂത്തുലഞ്ഞത്. അവരുടെ പ്രണയം വളരെ പബ്ലിക്കായിട്ട് അവാർഡ് ഷോയിൽ ഉൾപ്പെടെ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. തൊട്ടടുത്ത് തന്നെ രാഷിക് ഷെട്ടിയും രാഷ്മിക മന്ദാനയും എൻഗേജ്മെൻറ്റും അനൗൺസ് ചെയ്തു. അവരുടെ എൻഗേജ്മെൻറ്റ് ഒരു വലിയ ഇവൻ്റായിട്ട് തന്നെ നടക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് ഗൈസ്. ഇവർ തമ്മിൽ ഏകദേശം ഒരു 13 വയസ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ രാഷിക് ഷെട്ടിക്ക് 34 രാഷ്മിക മന്ദാനയ്ക്ക് 21 ആയിരുന്നു. അത് ആ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വലിയ സംഭവമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ടാണ് പതിയെ റൂമറുകൾ വന്നു തുടങ്ങുന്നത്. ഇവർ പല ഇവൻറ്റുകളിൽ ഒന്നിച്ച് വരുന്നില്ല എന്നൊക്കെ കണ്ട സമയം. സോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണങ്ങൾക്ക് ഒരു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇവർ രണ്ടുപേരും കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. അതും അന്ന് വലിയ ചർച്ചയായി ഗൈസ്. സോ ഇതിൽ ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, രാഷിക് ഷെട്ടിയെ സംബന്ധിച്ചോളം രാഷ്മിക മന്ദാന കല്യാണം കഴിഞ്ഞ ശേഷം സിനിമയിലൊന്നും അഭിനയിക്കാതെ ഒരു ഹൗസ് വൈഫായിട്ട് നിൽക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ രാഷ്മിക മന്ദാനെ സംബന്ധിച്ചോളം പുതിയ അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരെ സംബന്ധിച്ചോളം കരിയറിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയായിരുന്നു പുള്ളിക്കാരിക്ക്. സോ ഈ കാരണം കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും വിപരീത ദിശയിലുള്ളവരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ കല്യാണം കാൾ ഓഫ് ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻ്റർനെറ്റിൽ കേട്ടുകളിവുള്ള വേറൊരു വലിയ റൂമർ എന്ന് പറയുന്നത് ഈ വിജയ് ദേവരകൊണ്ട ആയിട്ടുള്ള റിലേഷനാണ് ഗൈസ്. 2017-18 സമയത്താണ് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ഈ ഗീതാ ഗോവിന്ദത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സത്യത്തിൽ ഈ ബ്രേക്കപ്പും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇൻ്റർനെറ്റിലെ യൂസേഴ്സ് പറഞ്ഞ ഒരു റൂമർ എന്ന് പറയുന്നത് വിജയ് ദേവരകൊണ്ട ആയിട്ടുള്ള പ്രണയം ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ രശ്മിക മന്ദാന തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ബ്രേക്കപ്പ് സമയത്ത് ഒരുപാട് സഹായിച്ചൊരു നല്ല ഫ്രണ്ട് ആയിരുന്നു വിജയ് ദേവരകൊണ്ട എന്ന്. പക്ഷേ അത് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പരസ്പരം പല സ്റ്റോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിടത്ത് കാണാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം അവർ തന്നെ അറിയിച്ചു ഇപ്പം എന്താ അവരുടെ കല്യാണത്തിൻ്റെ വക്കിൽ വന്ന് നിൽക്കുകയാണ്. സോ നിങ്ങളെന്താണ് ഗൈസിനെ പറ്റി ചിന്തിക്കുന്നത്? ഇത് സൗത്തിൽ ഏറ്റവും വലിയൊരു റൂമറാണ്. സോ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡേറ്റിംഗ് റിലേറ്റഡ് റൂമേഴ്സ്, ബോളിവുഡ് റിയാക്ഷൻസ്, കോസ്റ്റ്യൂംസിൻ്റെ റിയാക്ഷൻസ്, ബിഹേവിയർ റിയാക്ഷൻസ് ഒക്കെ അറിയണമെങ്കിൽ എന്നെ എന്തായാലും ഫോളോ ചെയ്തു, നിങ്ങൾക്ക് ഉപകാരപ്പെടും.